ഹലോ ഡിയേഴ്സ്, നിങ്ങളുടെ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഓരോ ചാപ്റ്ററിലെയും 5 സ്റ്റാർ ക്വസ്റ്റ്യനുകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്തായാലും ഇതിനകത്ത് ഇത് എല്ലാവർക്കും അറിയാമല്ലോ. ഓരോ ചാപ്റ്റർ, ഇത് ആദ്യത്തെ ചാപ്റ്റർ ആണ്, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാട്ടോ. ഇതെന്തായാലും നിങ്ങൾ വിട്ട് കളയണ്ട. ഇത് 5 സ്റ്റാർ ആണ് കേട്ടോ. മാർക്ക് ചെയ്യാൻ കംപ്ലീറ്റ് ലേബലിംഗ് അങ്ങോട്ട് പഠിച്ചു പോയിക്കോളൂ. ഇതും അതിനകത്ത് 5 സ്റ്റാർ ആണ്. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കുറച്ച് 2-3 വീഡിയോകൾക്ക് മുന്നേ ഉള്ള വീഡിയോ നോക്കിയാൽ മതി. 11 മാർക്കിന്റെ ഒരു വീഡിയോ, അതിൽ അടിപൊളിയായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ. ഇത് ഒന്നില്ലാണ്ട് നിങ്ങൾ ഓരോന്ന് മാർക്ക് ചെയ്യാൻ പഠിച്ചോളൂ. ഇതൊരു 5 സ്റ്റാർ ആണ്. ഇതിലെ ഓരോ ഹോർമോണും ഏതൊക്കെ, പ്രൊജസ്റ്ററോൺ ഏതാണ്, ഈസ്ട്രോജൻ ഏതാണ്, LH ഏതാണ്, FSH ഏതാണ്, കൃത്യമായിട്ട് ഓരോ ഹോർമോണും പിന്നെ അതിൻ്റെ ഓരോ ഫേസുകളും അതിനകത്ത് പഠിച്ചോളൂ കേട്ടോ. അപ്പം അതിനകത്ത് സംഭവങ്ങൾ, ഈ ഒരു ഡയഗ്രാം ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ഹോർമോൺ കാര്യങ്ങൾ. അപ്പം അത് ഞാൻ വലുതാക്കി പറഞ്ഞിട്ടുണ്ട്. പിന്നെ കോർപ്പസ് ലൂട്ടിയവും ലേഡിക് സെല്ലും, അത് രണ്ടും കൂടി നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ഇതിനകത്ത് 5 സ്റ്റാർ. ഇത് ഒരിക്കലും വിട്ടുപോകണ്ട. ഇത് എന്താണ്, ഓരോ A എന്താണ്, B എന്താണ്, അതൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബിയുടെ ഫംഗ്ഷൻ എന്താണ് എന്നെല്ലാം. ഇത് 5 സ്റ്റാർ ആണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാം അറിയായിരിക്കും. ഇതിനകത്ത് ആക്രോസോമ് കാര്യങ്ങൾ, മിഡിൽ പീസ്, ടെയിൽ എല്ലാം പഠിച്ചിട്ടുണ്ടാകും. ഇനി അതിനകത്ത് അപ്പം അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ 5 സ്റ്റാർ മാത്രമാണ്, 3 സ്റ്റാർ വരെ ഇതിനകത്ത് പെടുത്തിയിട്ടില്ല കേട്ടോ. 5 സ്റ്റാർ മാത്രം. അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റാണ്. പിന്നെ ഇതിനകത്ത് സഹേൽ, ഇത് 1 മാർക്കിൽ 5 സ്റ്റാർ വരുന്നതാണ്. സിഫ്റ്റ് 5 സ്റ്റാർ ആണ്. ഇത് ഈ ഡയഗ്രാം കോപ്പർട്ടിയും അതുപോലെ തന്നെ വാസക്ടമിയും 5 സ്റ്റാർ ആണ്, നോക്കിപ്പോയിക്കോളൂ. ദെൻ ആംനിയോസെൻറ്റസിസ് ബാൻ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, അത് ഫീറ്റൽ പെൺകുട്ടികൾ അതിന് ഫീമെയിൽ ഫെറ്റിസൈഡ് ചെയ്യുന്നുണ്ട്, അതിനെ ഒഴിവാക്കാനാണ് ചെയ്യാൻ പാടില്ല. ആംനിയോസെൻറ്റസിസ് വഴിയുള്ള സെക്സ് ഡിറ്റർമിനേഷൻ, സെക്ഷലി ട്രാൻസ്മിറ്റഡ്, ഇതൊക്കെ മലയാളത്തിൽ എഴുതാൻ പോലും നിങ്ങൾക്ക് അറിയുമല്ലോ. ലൈംഗികമായി പകരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ അത് തടയാം എന്നുള്ളതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. IUDs, ഗർഭപാത്രത്തിനകത്തേക്ക് വെക്കുന്ന ഡിവൈസുകൾ ഏതൊക്കെയാണ്, കോപ്പർ റിലീസിങ് IUDs ഏതൊക്കെയാണ്, അത്. പിന്നെ ആംനിയോസെൻറ്റസിസ്, അത് നമ്മൾ പറഞ്ഞു. ഇതൊക്കെ 5 സ്റ്റാർ ആട്ടോ. ഇനി ഇതിനകത്ത് ഇത് ഡയഗ്രാം നിങ്ങൾക്ക് അറിയാമല്ലോ. ട്യൂബക്ടമി, സ്ത്രീകളിൽ ചെയ്യുന്ന ട്യൂബക്ടമിയും ഇത് സർജിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആണ്. അതായത് ഗർഭധാരണം ഇല്ലാണ്ടിരിക്കാൻ, അതിനകത്ത് പ്രസവം നിർത്താൻ വേണ്ടിയിട്ട് മെയിൽസിൽ അതിനകത്ത് എന്താ പറയുക, പ്രസവമല്ല, അതിനകത്ത് എന്താ പറയുക, ഇജാക്കുലേഷൻ അല്ല, അതിനകത്ത് സ്പേം വരുന്നത് ആ ഒരു ഡക്റ്റ് എന്ത് ചെയ്യാണ്, അതിനകത്ത് കുഴൽ തടയുകയാണ്. പിന്നെ ഇവിടെ ഫീമെയിൽസിലാണെങ്കിൽ അതിനകത്ത് അണ്ടം ഒന്നും പിന്നീട് അങ്ങോട്ടേക്ക് എത്തത്തില്ല, അവിടെ ട്യൂബക്ടമിയാണ്. പിന്നെ ഇത് വാസക്ടമി, ട്യൂബക്ടമി, ഇത് കോപ്പർട്ടി, ഇതെന്താണ് സംഭവം എന്ന് ചോദിക്കും. പിന്നെ IUD സംഭവങ്ങൾ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷനിലോട്ട് പോകുമ്പോൾ ടപ്പീറ്റം, അതുപോലെ നമ്മുടെ മെയിൽ പോളൻ ഗ്രെയിൻസിൻ്റെ ലെയേഴ്സ്, ടപ്പീറ്റം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ടപ്പീറ്റത്തിൻ്റെ ഫംഗ്ഷന് ഈ ഡയഗ്രാം, പോളൻ ഗ്രെയിൻസിൻ്റെ 2 ഡയഗ്രാം, A എന്താണ്, B എന്താണ്, പിന്നെ അത് നമ്മൾ പറഞ്ഞു. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഓരോന്നും നിങ്ങൾ NCERT നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് A എന്താണ്, B എന്താണ്, C എന്താണ്, ഓരോന്നും മാർക്ക് ചെയ്ത് പഠിച്ചോളൂ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഡയഗ്രമാണ്. ഇതിലും ഓരോന്നും നിങ്ങൾ മാർക്ക് ചെയ്ത് പഠിച്ചോളൂ. പിന്നെ അതിനകത്ത് പോളിനേഷനിൽ വിൻഡ് പോളിനേഷൻ ആകാം, എന്തായാലും ഒരു പോളിനേഷൻ വരും. അത് ചിലപ്പോൾ വിൻഡ് ആകാം, വാട്ടർ ആകാം, ഇൻസെക്റ്റ് ആകാം. എന്തായാലും വിൻഡ് പോളിനേറ്റ് ചെയ്യുമ്പോൾ വിൻഡ് പോളിനേഷനിലെ ഫ്ലവറിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, കാറ്റിലൂടെ പരാഗണം നടക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ്, ആ ഫീമെയിൽ ഫ്ലവറിൻ്റെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ, മെയിൽ ഫ്ലവറിൻ്റെ ഫീച്ചേഴ്സ്, പിന്നെ വാട്ടറിലൂടെ പരാഗണം നടക്കുമ്പോൾ എന്തൊക്കെയാണ്. ഇപ്പോൾ വാട്ടർ പോളിനേറ്റഡ് വേണമെങ്കിൽ ചോദിക്കാം, വിൻഡ് പോളിനേറ്റഡ് ചോദിക്കാം. ഇൻസെക്റ്റ് വിൻഡാണ് ഏറ്റവും കൂടുതൽ, വേണമെങ്കിൽ വാട്ടറും ചോദിക്കാം. പിന്നെ സെൽഫ് ഇൻകമ്പാറ്റബിലിറ്റി ഒന്ന് നോട്ട് ചെയ്ത് പോയിക്കോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പാർത്തിനോകാർപ്പിക്, ഇതിനകത്ത് ഇപ്പം ഞാൻ നിൽക്കുന്നതുകൊണ്ട് കാണുന്നുണ്ടാവുമല്ലോ അല്ലേ, പാർത്തിനോകാർപ്പിക് ഫ്രൂട്ട് ഒന്ന് നോക്കി പോയിക്കോളൂ കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു 5 സ്റ്റാർ, നമ്മളെല്ലാം 5 സ്റ്റാർ അതിനകത്ത് പെടുത്തുന്നത്. അപ്പം 5 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പം ഇതിനകത്ത് ഇതെല്ലാം നോക്കി പോയിക്കോളൂ. പ്രിൻസിപ്പൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷനിൽ ഈ ഒരു പെഡിഗ്രി അനാലിസിസിൽ ഓരോന്നും എന്താണ് കാണിക്കുന്നതെന്ന് നോക്കി പോയിക്കോളൂ. സ്നാപ്ഡ്രാഗന്റെ ആ ഒരു ഇൻകംപ്ലീറ്റ് ഡോമിനൻസും ഒപ്പം ബ്ലഡ് ഗ്രൂപ്പിന്റെ കോഡോമിനൻസും, ഇത് ഇൻകംപ്ലീറ്റിന്റെ ആണ്, കംപ്ലീറ്റ് അതിന്റെ റേഷ്യോ ഒക്കെ പഠിച്ചു വെച്ചോളൂ. പിന്നെ ഇതിനകത്ത് ഇതൊരു 5 സ്റ്റാർ. ഇതിനകത്ത് ഡൗൺ സിൻഡ്രത്തിന്റെ ഫീച്ചേഴ്സ്, ടെർണർ സിൻഡ്രം, അതിന്റെ ക്രോമസോം എങ്ങനെയാണ്, ഫിനൈൽ കീറ്റനോറിയ സംഭവങ്ങൾ പഠിച്ചു പോയിക്കോളൂ. അതൊക്കെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, എൻ്റെ ക്രോമസോം കാര്യങ്ങളൊക്കെ. ദെൻ അഡീഷണൽ ക്രോമസോം 21 വരുമ്പോൾ അതിനാണ് ഡൗൺ സിൻഡ്രത്തിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ നോക്കി പോവുക. ഒപ്പം തന്നെ ഇതിനകത്ത് കോഡോമിനൻസ് വെച്ച് ബ്ലഡ് ഗ്രൂപ്പ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ബ്ലഡ് ഗ്രൂപ്പ്, ഇപ്പം ഫാദറിന് എന്താണ് O ഗ്രൂപ്പാണ്, മദറിന് B ഗ്രൂപ്പ് ആണെങ്കിൽ ചിൽഡ്രൻ എങ്ങനെയൊക്കെ ഉണ്ടാകാമെന്ന് ചോദിക്കും. പിന്നെ ഇതിനകത്ത് ക്ലൈനിഫെൽറ്റർ സിൻഡ്രം നോക്കി പോയിക്കോളൂ. അപ്പം പിന്നെ ഇതിനകത്ത് ഈ ഒരു 6th പൊസിഷനിൽ വാലിൻ, ഇതിനകത്ത് ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ എന്തായി, റീപ്ലേസ്ഡ് ആയി. മനസ്സിലായില്ലേ, ഗ്ലൂട്ടാമിക് ആസിഡ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ വാലിൻ. അപ്പോൾ അത് ചോദിക്കും, അതിൻ്റെ ഒറിജിനൽ എന്താണ് സീക്വൻസ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ ചോദിക്കും.
പിന്നെ ഇതിനകത്ത് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിന്റെ സംഭവങ്ങൾ തന്നെയാണ് ഇത് ഇതല്ല, ഇത് ഞാൻ മുന്നത്തെ ഇങ്ങോട്ടേക്ക് എഴുതിയതാണ്. ബ്ലഡ് ഗ്രൂപ്പിന്റെ സംഭവങ്ങൾ, ഫാദർ എന്തുണ്ട് എ ഗ്രൂപ്പാണ്, മദർ ബി ഗ്രൂപ്പ് ആണെങ്കിൽ ചിൽഡ്രൻ എയും ബിയും എ ബിയും ഒക്കെ ആകുമോ നിങ്ങൾ അതിനകത്ത് എന്താണ് പറയുന്നത് എന്നുള്ള രീതിയിലാണ്. യെസ്, ഒബ്വിയസ് ആയിട്ട് അതിന് ചാൻസുകളുണ്ട്. കാരണം എന്താണ്, അത് അവിടെ കോഡോമിനൻസ് ആണ്. IB അങ്ങനെ സംഭവങ്ങളൊക്കെ അതിനകത്തുണ്ട്. എന്തായാലും നിങ്ങൾക്ക് അതിനകത്ത് ഇത് നിങ്ങൾ നോക്കി പോകുക. അതായത് II ആണ് O ഗ്രൂപ്പ്, പിന്നെ ഇപ്പം മദർ എന്താണ് എ ഗ്രൂപ്പ് അല്ലേ, ഫാദർ എ ആണ്. അപ്പം I ആകാം, അല്ലെങ്കിൽ IA ആകാം. പിന്നെ മദർ എന്താണ് ബി ആണ്. അപ്പൊ IB I ആകാം, അല്ലെങ്കിൽ IB ആകാം. അപ്പൊ II O ഗ്രൂപ്പ് വരാം, എ ഗ്രൂപ്പ് വരാം ഇവിടുന്ന്, അല്ലെങ്കിൽ ബി ഗ്രൂപ്പ് ആകാം. അപ്പൊ എല്ലാ സാധ്യതകളും അതിനകത്തുണ്ട്, AB ആകാം. പിന്നെ ഇതിനകത്ത് തലാസിമിയ, അത് ഞാൻ പറഞ്ഞു. ഇതിനകത്ത് നിങ്ങൾ തലാസിമി, ഹീമോഫീലിയ, ഡൗൺ സിൻഡ്രം, ക്ലൈനിഫെൽറ്റർ സിൻഡ്രം, അതിന്റെ എല്ലാ ഫീച്ചേഴ്സും നോക്കി പോയിക്കോളൂ. ഇത് നമ്മൾ വീണ്ടും സിക്കിൾ സെൽ അനീമിയ, ഇതൊക്കെ ആ സംഭവം തന്നെയാണ്. പിന്നെ ഇത് അതിനകത്ത് ഭയങ്കര, ഞാൻ ഇതിനകത്ത് 5 സ്റ്റാർ പറയുന്നില്ലെങ്കിലും ഇപ്പൊ റീസെന്റ് എന്തോ അറിയില്ല, ഇതിന്ന് ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓട്ടോസോമൽ ഡോമിനന്റും ഇതിനകത്ത് ഓട്ടോസോമൽ റെസസീവുമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനകത്ത് ഓട്ടോസോമൽ ഡോമിനന്റ് ആവുന്നതും റെസസീവ് ആവുന്നതിന്റെയും ആ ഒരു ഡയഗ്രാം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. A and B എന്താണ് എന്നുള്ള സംഭവം. പിന്നെ കൺസാങ്കിനസ് മാരേജിന് യൂസ് ചെയ്യുന്നത് ഡബിൾ ആയിട്ടുള്ള ഇതാണ് സംഭവമാണ്, ഡബിൾ ലൈനാണ്. പിന്നെ ഇതിനകത്ത് ഇതെന്താണ് നമുക്കറിയാം, നമ്മുടെ ഡൗൺ സിൻഡ്രം സംഭവങ്ങൾ, പിന്നെ ക്ലൈനിഫെൽറ്റസ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അതൊക്കെ വീണ്ടും അതിനകത്ത്. ഇനി മോളിക്കുലാറിലോട്ട് പോകുമ്പോൾ ലാക്ക് ഓപ്പറോണ്, അതിൻ്റെ എല്ലാ ഡയഗ്രത്തിലെ ഓരോ വാക്കുകൾ എന്താണ്, P എന്താണ്, P അതുപോലെ Z എന്താണ്, Y എന്താണ്, അതുപോലെ ഇൻഡ്യൂസർ എന്താണ്, റെപ്രസർ പ്രോട്ടീൻ എന്താണ്, ഓപ്പറേറ്റർ റീജിയൻ എന്താണ്, എല്ലാം പഠിച്ചു വെക്കുക ഇതിനകത്ത് ഈ ഒരു സംഭവം. പിന്നെ അതിനകത്ത് മെയിൽ ലെട്രോഗാമിറ്റി, ഫീമെയിൽ ലെട്രോഗാമിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ബേർഡ്സിൽ എന്താണ്, മനുഷ്യനിൽ എന്താണ്. പിന്നെ സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി മസ്റ്റായിട്ട് പഠിച്ചോളൂ. പിന്നെ ഇതിനകത്ത് DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ആ ഒരു ഓരോ സ്റ്റെപ്പുകളും പഠിച്ചു പോയിക്കോളൂ. പിന്നെ ഇതിനകത്ത് നിങ്ങൾ ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ സ്റ്റെപ്പൊക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഡയഗ്രാം ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൻ്റെ ഡയഗ്രാം, അതിൻ്റെ ആൻസറൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ. പിന്നെ ഇതിനകത്ത് ഗ്രിഫിത്തിൻ്റെ കൂടി നോക്കിക്കോളൂ. ഗ്രിഫിത്ത് ഞാൻ അതിനകത്ത് ഭയങ്കര ഒരു 5 സ്റ്റാറിലോട്ട് പോകില്ലെങ്കിൽ ഒരു 5 സ്റ്റാറിലോട്ട് ഇപ്പോൾ ഈ അടുത്തായിട്ട് കാണുന്നുണ്ട് എന്നുള്ള രീതിയിൽ വെച്ചതാണ്. ഓക്കെ, പിന്നെ ഇത് എന്തായാലും 5 സ്റ്റാറാണ്. ഇത് അതിനകത്ത് ആൻസറൊക്കെ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് 5 സ്റ്റാർ. തോമസ് ആൻഡ് മോർഗൻ്റെ ഇതും അതിനകത്ത് 5 സ്റ്റാറിലോട്ട് വരുന്നത് തന്നെയാണ്. ഇത്തവണ അത് വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സ് പറയുന്നതുകൊണ്ട് വെച്ചതാണ്. പിന്നെ ഇതിനകത്ത് സ്റ്റോപ്പ് കോഡോൺ ഒക്കെ പറഞ്ഞു. എവല്യൂഷനിലോട്ട് പോകുമ്പം ഈ ഒരു ഇത് എപ്പോഴും വരുന്നതാണ്, ഇത് 5 സ്റ്റാർ ആണ്. മനുഷ്യൻ്റെ ആ ഒരു പിന്നെ ഹാർഡി, വെയിൻബർഗ്, ഇക്വിലിബ്രിയം ഇതൊന്നും പഠിക്കാണ്ട് പോകണ്ട. പിന്നെ ഇതിനകത്ത് അനലോഗസ്, ഒമലോഗസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ എക്സാമ്പിൾ പഠിച്ചു പോയിക്കോളൂ. പിന്നെ ഇതിനകത്ത് അതൊക്കെ അല്ലീൽ ഫ്രീക്വൻസി, അത് പിന്നെ ഡാർവിൻ്റെ അഡാപ്റ്റീവ് റേഡിയേഷൻ കൂടി നോക്കിക്കോളൂ കേട്ടോ, 5 സ്റ്റാർ ആണ്. മാർസുപ്പിയൽ റേഡിയേഷൻ, പ്ലാസെൻ്റൽ റേഡിയേഷൻ ഒക്കെ, ഡാർവിൻ ഫിഞ്ചസിൻ്റെ കാര്യം, പിന്നെ എയ്ഡ്സിനെ എങ്ങനെ നമുക്ക് തടയാം എന്നുള്ള സംഭവം. പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ബാരിയേഴ്സ്, ഇത് ഭയങ്കര 5 സ്റ്റാർ ആണ്. ബാരിയേഴ്സ്, ഓരോ ഫിസിക്കൽ ബാരിയർ, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, പാസീവ് ഇമ്മ്യൂണിറ്റി നോക്കിക്കോളൂ. കാരണം ഇത്തവണ വരാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാൻ 5 സ്റ്റാർ പെടുത്തിയത്. പിന്നെ അതിനകത്ത് അത് ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കാറില്ലെങ്കിലും ഇത്തവണ വരാൻ സാധ്യതയുണ്ടെന്ന് തന്നെ മനസ്സ് പറയുന്നു. പിന്നെ ഡ്രഗ്സ്, ഇത് ഭയങ്കര 5 സ്റ്റാർ ആണ്. ആൻറ്റിബോഡി ഭയങ്കര 5 സ്റ്റാർ ആണ്. ആൻറ്റിബോഡി മാർക്ക് ചെയ്യാനൊക്കെ നോക്കി പോയിക്കോളൂ. പിന്നെ ഇതിനകത്ത് വാക്സിനേഷന് അതിൻ്റെ പ്രിൻസിപ്പിൾ വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ ഓരോ അസുഖങ്ങളും അതിൻ്റെ മലേറിയ, ടൈഫോയിഡ് ഒക്കെ നോക്കി പോയിക്കോളൂ കേട്ടോ. പിന്നെ അതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാൻസർ കോസിങ്, ക്യാൻസർ, ബിനൈൻ ട്യൂമറും മാലിഗ്നൻ്റ് ട്യൂമറൊക്കെ ഇപ്പോൾ റീസെൻ്റ് ഒക്കെ വേണമെങ്കിൽ വരുന്നുണ്ട്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട് വെച്ചതാണ്. ഇനി മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയറിൽ ഈ ഒരു സംഭവമാണ് ഇതിനകത്ത്. ഇത് അസറ്റിക് ആസിഡ്, ഇതാണ് ഒരുപാട് ചോദിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ നിങ്ങൾക്ക് അതിനകത്ത് എൻസൈക്ലോസ്പോറിനും സ്ട്രെപ്റ്റോകൈനസും ഈ സംഭവം ഇതിനകത്ത് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ അതിനകത്ത് BOD വേണമെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. അതാണ് ഏറ്റവും അധികം വന്നിട്ടുള്ളത് സംഭവങ്ങൾ. പിന്നെ അതിനകത്ത് പൊതുവേ ആ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റൻ അധികം കണ്ടിട്ടില്ല, നമ്മുടെ ഏത് സീവേജുമായി ബന്ധപ്പെട്ടൊക്കെ. പക്ഷേ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മേ ബി ഇത്തവണ പരീക്ഷകളൊക്കെ മാറി വരുന്നുണ്ട്. ഫിസിക്സൊക്കെ ഇന്ന് +1 നടന്നതൊക്കെ കംപ്ലീറ്റ് എന്താണ്, ഒരുപാട് ക്വസ്റ്റ്യന് പ്രതീക്ഷിക്കാത്ത രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ വരാം. അപ്പോൾ എന്നിരുന്നാലും 5 സ്റ്റാറിൽ ഞാനത് പെടുത്തിയിട്ടില്ല, കാരണം അത് സ്പീക്കറിന് ചോദിക്കാത്തത് കൊണ്ട് തന്നെ. ബയോടെക്നോളജി പ്രിൻസിപ്പൾസ് ആൻഡ് പ്രോസസ്സസിൽ നമ്മൾ പോകുമ്പോൾ മൈക്രോ ഇഞ്ചക്ഷന്, അതുപോലെ ബയോലിസ്റ്റിക്സ്, ജീൻ കണ്ണൊക്കെ 5 സ്റ്റാർ ആണ്. ഇത് 5 സ്റ്റാർ ആണ്. പിന്നെ ഇത് ബയോറിയാക്ടേഴ്സ് 5 സ്റ്റാർ ആണ്. ഇത് ഒരു രക്ഷയില്ല, ഇത് പഠിച്ചു പോയിക്കോളൂ. PCR അതിൻ്റെ സ്റ്റെപ്പുകൾ, പിന്നെ ഈ എസ്കറേഷ്യ കൊള ഈക്കോ R1 പേര് കൊടുക്കുന്ന സംഭവം, പിന്നെ എക്സോ ന്യൂക്ലിയസ്, എൻഡോ ന്യൂക്ലിയസ്, പിന്നെ PBR 322 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഓരോന്നും മാർക്ക് ചെയ്യാനും എന്താണ് സംഭവങ്ങൾ പഠിച്ചു പോയിക്കോളൂ. ഇത് അഗാറോസ് ജെല്ലി ഇലക്ട്രോഫോറസിസ്, ഇതിൽ DNA എങ്ങനെ വിഷ്വലൈസ് ചെയ്യും അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നേരെ കഴിഞ്ഞ വീഡിയോ നോക്കിയാൽ മതി ഇതെല്ലാം. പിന്നെ ഇതിനകത്ത് അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് വരുന്നത് നമ്മുടെ
ഏർലി ഡയഗ്നോസ്റ്റിക്കിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്ക് ഇതും കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മൾ. റോസി പശുവിനെ പറ്റി, ബയോപൈറസി, ജീൻ തെറാപ്പി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, BT കോട്ടൺ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, GMO ഒരിക്കലും പഠിക്കാണ്ട് പോകേണ്ട, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിൻ്റെ യൂസ്, പിന്നെ എലി ലില്ലി എങ്ങനെയാണ് ഇൻസുലിൻ ഉണ്ടാക്കിയത്, ഇതെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പോയിട്ട് കണ്ടോളൂ. ജീൻ തെറാപ്പി, പിന്നെ ഇൻസുലിൻ്റെ ഈ ഒരു ഡയഗ്രാമും നോക്കിക്കോളൂ. ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിൽ ഈ ഗ്രാഫ് ഒരു രക്ഷയില്ല, ഇത് മസ്റ്റായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. പിന്നെ ഇതിനകത്ത് ഈ ഒരു ഓരോ ഇൻട്രാക്ഷനും നമ്മൾ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതൊരു ചെറിയ ചാപ്റ്ററാണ്, പെട്ടെന്ന് പഠിക്കാൻ പറ്റും, നോക്കി പോയിക്കോളൂ. അപ്പോൾ ഇൻട്രാക്ഷനും എല്ലാം ചോദിക്കാം. പിന്നെ ഇതൊരു 5 സ്റ്റാർ ആണ്, മോർട്ടാലിറ്റി ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വീഡിയോ കുറച്ച് മുന്നേ ഉള്ളതുകൊണ്ട്. അപ്പം നിങ്ങൾക്ക് അതിനകത്ത് വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ അതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി, തൊട്ട് 2-3 മുന്നേ ഉള്ള വീഡിയോകൾ 8 മാർക്കിന് എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ള. പിന്നെ എമിഗ്രേഷന് സംഭവങ്ങൾ, എക്കോസിസ്റ്റം, അതിനകത്ത് എക്കോസിസ്റ്റത്തിലോട്ട് നമ്മൾ പോകുമ്പം ഇതിനകത്ത് പിരമിഡ് ഓഫ് അപ്രൈറ്റ് പിരമിഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഒരിക്കലും ഇതിനകത്ത് പഠിക്കാണ്ട് പോകണ്ട. പിന്നെ പിരമിഡ് ഓഫ് GPP NPP ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയാവും, കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡീകമ്പോസിഷനിലെ സ്റ്റെപ്പുകൾ മസ്റ്റാക്കി പഠിച്ചു പോയിക്കോളൂ. പിന്നെ പിരമിഡ് ബയോമാസ് എന്തുകൊണ്ടാണ് ഇൻവേർട്ടഡ് ആവുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒക്കെ ആ വീഡിയോ കണ്ടാൽ മതി. കഴിഞ്ഞ 2-3 തൊട്ട് മുന്നേയുള്ള എൻ്റെ മുന്നത്തെ വീഡിയോകൾ 8 മാർക്കിൻ്റെ ഒക്കെ പറഞ്ഞിട്ടുള്ള. പിന്നെ ഇതിനകത്ത് ബയോഡൈവേഴ്സിറ്റിയിലോട്ട് പോകുമ്പോൾ എവിൽ കോർട്ടറ്റ് ഒരു രക്ഷയില്ല, ഇത് പഠിക്കാണ്ട് പോകണ്ട, ഇതിൻ്റെ എല്ലാം നമ്മളിവിടെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നിങ്ങൾ പിന്നെ ഇൻസിറ്റു എക്സിറ്റു കൺസർവേഷൻ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ള സംഭവം, പിന്നെ ട്രോപ്പിക്കൽ എൻവയോൺമെൻറ്റിൽ എന്തുകൊണ്ടാണ് കൂടുതൽ സ്പീഷീസ് കാണുന്നത് പഠിച്ചു പോയിക്കോളൂ. പിന്നെ എക്സാമ്പിളുകൾ, പിന്നെ ഇതിനകത്ത് വരാം, ഇതിനകത്ത് ഇത്തവണ സാധ്യത ഉള്ളത് കൊണ്ട് ഞാൻ വെച്ചതാണ്, അല്ലാണ്ട് അതിനകത്ത് ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്നതല്ല. പിന്നെ ഇതിനകത്ത് ഡൈവേഴ്സിറ്റി 3 ലെവൽ ചോദിക്കാം കേട്ടോ, ഇക്കോളജിക്കലി ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ എഡ്വാർഡ് വിൽസൺ ആണ്, അത് ഒരുപാട് തവണ വന്നിട്ടുണ്ട്. സോ ഇതിനകത്ത് പിന്നീട് നമ്മൾ ഇതൊന്നും അത്ര ഇതിനകത്ത് കാറ്റഗറിയിൽ ഇതിനകത്ത് കുറേ ഡിലീറ്റഡ് ആക്കാനുണ്ടായിരുന്നു. ഓക്കെ, ഇതൊന്നും അതിനകത്ത് ഇതൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാൻ ഡിലീറ്റ് ചെയ്തിരുന്നു. അതിനകത്ത് ഇത് 5 സ്റ്റാർ ആണ് കേട്ടോ, ഇത് 5 സ്റ്റാർ. ഞാൻ 5 സ്റ്റാറുകൾ മാത്രമേ വെച്ചിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 5 സ്റ്റാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ചാപ്റ്ററിൽ. ഇതിൽ നമുക്കറിയാം സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്, ഇൻസിറ്റു എക്സിറ്റു കൺസർവേഷന്, ഹാബിറ്ററ്റ് മറ്റേ എവിൽ കോർട്ടറ്റ്, അതായത് ബയോഡൈവേഴ്സിറ്റി ലോസിൻ്റെ കാരണങ്ങൾ, അതൊക്കെയാണ് ഇതിൽ 5 സ്റ്റാർ. ഇനി വേണമെങ്കിൽ എന്താ പറയുക, റിവറ്റ് പോപ്പറും കൂടി വേണമെങ്കിൽ നോക്കി പോയിക്കോളൂ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് 5 സ്റ്റാറുകൾ. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ഈ 5 സ്റ്റാർ മാത്രം നോക്കി പോയാൽ എന്താണെന്ന്, ചിലപ്പോൾ ഇതൊന്നും ഒന്നും വന്നില്ലെങ്കിൽ കുടുങ്ങിപ്പോയില്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഹ്യൂമൻ റിസോളജിയിലാണെങ്കിൽ ഹ്യൂമൻ റിപ്രൊഡക്ഷനും റിപ്രൊഡക്റ്റീവ് ഹെൽത്തും ആ ചാപ്റ്റർ അടിപൊളിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് 11 മാർക്ക്. അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം അതിനകത്തുനിന്ന് ആ ഒരു യൂഷ്വൽ പാറ്റേണിൽ വരികയാണെങ്കിൽ 11 നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. അപ്പോൾ അതായി. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്കോസിസ്റ്റം, അതുപോലെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ നല്ല വെയിറ്റേജിൻ്റെ അറൗണ്ട് ഒരു 16 വരാറുണ്ട്. ഇനിയിപ്പോൾ 14 പോയാലും നിങ്ങൾക്ക് അവിടെ നിന്ന് എന്തായി ഒരു 10-25 മാർക്കോളം ആയില്ല. അപ്പോൾ പാസ് മാർക്ക് ഉള്ളവർക്ക് ആ 2 ചാപ്റ്റേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട്. പിന്നെ ഇനിയിപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ബയോടെക്നോളജിയും അതിൻ്റെ ആപ്ലിക്കേഷനും 16 മാർക്ക്. അപ്പോൾ അതിൽ നിന്ന് വന്നാലും കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു 13-14 എത്തിയാലും ഇപ്പം തന്നെ 25-35 അറൗണ്ട് 40 വേണ്ടി ഡബിൾ പാസും കഴിഞ്ഞ് പോകാനുള്ളതൊക്കെ അടിപൊളിയാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസ് ചെയ്തിട്ട് അത് പോയിട്ട് കൃത്യമായിട്ട് കാണും, എന്നിട്ട് 5 സ്റ്റാർ വന്ന് പഠിക്കും. അല്ലാണ്ട് 5 സ്റ്റാർ മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ അതൊരു റിസ്ക്കാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല മാർക്ക് കിട്ടും, ഇല്ലെങ്കിലോ ചിലപ്പം ഫെയിലാകാൻ വരെ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഇതിനകത്ത് ഈ 5 സ്റ്റാർ എന്ന് പറയുമ്പോൾ. ഇത് നിങ്ങൾ മസ്റ്റാണ് പഠിക്കണം, പക്ഷേ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പഠിക്കും. മനസ്സിലായില്ലേ? ഓരോ മാർക്കുകൾ നിങ്ങൾ സെറ്റാക്കിയിട്ട് ഓരോ ചാപ്റ്റർ അങ്ങോട്ട് റെഡി ആക്കിയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും. അപ്പം അടുത്ത വീഡിയോ നിങ്ങൾ കമൻറ്റ് അറിയിക്കൂ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനത്തെ വീഡിയോ ആണ് വേണ്ടതെന്നില്ല. അപ്പം ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.